വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് ആഴ്സണൽ വേഴ്സസ് PSG മാച്ചിനെ കുറിച്ചൊക്കെയാണ്. മ്യൂണിക്കിലേക്കുള്ള ആദ്യത്തെ ഫൈനലിസ്റ്റിന് ഇന്നലെ ഇന്റർ വേഴ്സസ് ബാഴ്സലോണ മാച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഓൾ ടൈമർ പോരാട്ടത്തിലൂടെ ഫൈനലി ഇന്റർ ഫൈനലിലേക്ക് എത്തി. ആൻഡ് ഇന്ന് ആഴ്സണൽ വേഴ്സസ് PSG പോരാട്ടത്തിനൊടുവിൽ 3-1 അഗ്രിഗേറ്റ് ലീഡോടെ PSG ഫൈനലിലേക്ക് എത്തുകയാണ്. PSG സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വെൽ ഡിസേർവിംഗ് ആണ്. അവർ ഈ സീസണിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരുപാട് സഫർ ചെയ്തെങ്കിൽ പോലും അവർ സിറ്റിക്കെതിരെയുള്ള മാച്ചിന് ശേഷം പിന്നീട് അവർ യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഡാണ്. എസ്പെഷ്യലി അവരുടെ മിഡ്ഫീൽഡ്, അവരുടെ അറ്റാക്കൊക്കെ. ഡിഫൻസിൽ അവർക്ക് പല സമയത്തും പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഗോൾ കീപ്പറായിട്ടുള്ള ഡൊന്നറുമ്മ അതൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. പിന്നെ നമുക്കറിയാം എങ്ങനത്തെ ഫുട്ബോളാണ് ഒരു ലൂയിസ് എൻറിക്കെ ടീം കളിക്കുക എന്നുള്ളത്. എങ്ങനെ അറ്റാക്ക് ചെയ്യും അവർ ഹൈലൈറ്റ് ഫുട്ബോൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ അവർ മാക്സിമം വൃത്തിക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ ഒരു പോളിസി സ്വാഭാവികമായിട്ടും ഗോൾ കൺസീഡ് ചെയ്താലും ഗോൾ തിരിച്ചടിച്ച് മാച്ചുകൾ വിജയിച്ച് കയറുക എന്നുള്ളതാണ്. അത് അവരെല്ലാ മാച്ചിലും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് മുമ്പിൽ അടിതെറ്റിയ എതിരാളികളെ നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ലയുണ്ട്, ലിവർപൂൾ ഉണ്ട്, ആൻഡ് ഫൈനലി ആർസണലുണ്ട്. അപ്പം മാച്ചിലേക്ക് വരികയാണെങ്കിൽ നല്ല ഗംഭീര സ്റ്റാർട്ടാണ് ഈ ഒരു മാച്ചിൽ ആഴ്സണലിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഒരു ഗോളിന്റെ ലീഡോടെയാണ് പാർക്ക് ഡെസ് പ്രിൻസസിലേക്ക് PSG വരുന്നത്, ആഴ്സണൽ വരുന്നത്. ആഴ്സണൽ ഒരു ഗോൾ ഡൗൺ ആയിട്ടാണ് വരുന്നത്, PSG ഒരു ഗോളിന് അപ്പായിട്ടാണ് വരുന്നത്. അപ്പം നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ട് പക്ഷെ അവർക്കത് മുതലെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പം അവിടെ തന്നെ എടുത്തു പറയേണ്ട പേര് ഡൊന്നറുമ്മയാണ്. ഡൊന്നറുമ്മ ആ ടൈമിൽ തന്നെ 2-3 ക്രൂഷ്യൽ സേവുകൾ നടത്തുന്നുണ്ട്. മാർട്ടിനലിൻ്റെ അറ്റംപ്റ്റ് ആൾ സേവ് ചെയ്യുന്നുണ്ട്, ഒഡേഗാർഡിൻ്റെ അറ്റംപ്റ്റ് സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഡെക്ലൻ റൈസ് മിസ് ചെയ്ത ചാൻസ്. ഡെക്ലൻ റൈസ് ത്രൂ ഔട്ട് ദ മാച്ച് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. പ്രോബബ്ലി ആഴ്സണൽ സൈഡിൽ നിന്നുള്ള ബെസ്റ്റ് പ്ലെയർ അലോങ് വിത്ത് റായ അത് റൈസാണ്. പക്ഷേ റൈസ് 2-ാം മിനിറ്റിൽ മിസ് ചെയ്തിട്ടുള്ള ചാൻസ് അത് വലിയ മിസ്സായിപ്പോയി. ആ മിസ്സൊക്കെ സ്കോർ ചെയ്തിരുന്നെങ്കിൽ മാച്ച് വേറെ ഒരു ഡൈനാമിക്സിലേക്ക് പോയേനെ ചിലപ്പം. അതുപോലെ തന്നെ ആളില്ലാത്ത പോസ്റ്റിൽ നിന്നാണ് സാക്ക മിസ് ചെയ്യുന്നത്. അതും മാച്ചിനെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മിസ്സായി പോയത്. അപ്പം അതൊക്കെ ആഴ്സണൽ സ്കോർ ചെയ്യണമായിരുന്നു. അല്ലെങ്കിലും ബിഗ് മാച്ചിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി നോക്കൗട്ട് മാച്ചിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ബിഗ് ചാൻസസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തോൽക്കേണ്ടി വരും. അതേസമയം നിങ്ങൾ PSG നോക്കുക, അവർ അത്യാവശ്യം ക്ലിനിക്കലായിരുന്നു. അതായത് മാച്ച് പല സമയത്തും ആഴ്സണൽ കൺട്രോൾ ചെയ്തപ്പോഴും അവർ കിട്ടിയ ചാൻസ് നല്ല രീതിക്ക് ത്രെറ്റ് കൊണ്ടുവന്ന് ഗോൾ അടിച്ചു എന്നുള്ളതാണ്. 10-20 മിനിറ്റ് PSG ബോളേ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ആഴ്സണൽ. പക്ഷെ ഒറ്റ അറ്റാക്ക് PSG പോയി. അതാണ് ക്വാറൻ്റെ ഷോട്ട് ബാറ് തട്ടി പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. ആൻഡ് പിന്നെ ഒരു അറ്റാക്ക് വന്നു, അത് അവർ സ്കോർ ചെയ്യുകയും ചെയ്തു. സോ അവർ അത്യാവശ്യം ക്ലിനിക്കലായിരുന്നു ഇന്നലെ. അതും PSG ടീം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഡെമ്പലില്ലാതെയാണ്. ആരെ ഫോൾസ് 9 റോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ്? അത് ബർക്കോള ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബർക്കോളക്ക് അത് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലായി. ബർക്കോളയും അതുപോലെ തന്നെ ഡുവൊക്കെ മാറി മാറി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ റോള് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ആള് ഡെമ്പല മാത്രമാണ്. അത് ഡെമ്പല വൃത്തിക്ക് ചെയ്തു, ഡെമ്പല വന്നതിന് ശേഷം ചെയ്തു. പക്ഷെ ഈ ഡുവക്കാണെങ്കിലും ബർക്കോളക്കൊന്നാണെങ്കിലും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം അവരുടെ അറ്റാക്കിൽ ഉണ്ടായിരുന്നു. അതാണ് എപ്പോഴും അറ്റാക്കിൻ്റെ ഫ്ലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫോൾസ് 9 പണി കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ അവർ അറ്റാക്കിൽ പല സമയത്തും വല്ലാണ്ട് കൊറഡോണയിൽ ഡിപ്പെൻഡായി പോകുന്നുണ്ട്. ആൾ പല സമയത്തും നല്ല രീതിക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ പല സമയത്തും അറ്റാക്കിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഹാക്കിമിയിലും ഡിപ്പെൻഡ് ആവുന്നതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സ്പേസ് ആഴ്സണൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാർട്ടിനെല്ലി അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നോ റിസൾട്ട്. അതാണ്. പിന്നെ ന്യൂനോ മെൻഡസ് ഭയങ്കര ബിസി ആയിരുന്നു. കാരണം നല്ല പണി സാക്ക് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലി സാക്കക്ക് അതൊരു എന്താ പറയുക, ടീമിന് ഉതകുന്ന രീതിക്ക് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ഗോൾ കൊണ്ട് കാര്യമില്ല, 3-1 തോറ്റുപോയി. ആ ഒരു ഓപ്പൺ ചാൻസ് എങ്കിലും സാക്ക സ്കോർ ചെയ്യണമായിരുന്നു. 3-2 എത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ടീമിൻ്റെ മൊറാൽ ഉയരും, കൂടുതൽ ഗോൾ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം പറ്റിയ ഏറ്റവും വലിയ പിഴാന്ന് പറഞ്ഞത് അവർ ക്ലിനിക്കൽ ആയില്ല എന്നുള്ളതാണ്. അതേസമയം PSG വാസ് സൂപ്പർ ക്ലിനിക്കൽ, അടിപൊളി. പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു പ്ലെയർ എന്നുള്ളത് പാർട്ടേ വരുത്തിയ മിസ്റ്റേക്കുകൾ. ഫസ്റ്റ് ഗോൾ വരുന്നത് പാർട്ടിൻ്റെ ക്ലിയറൻസ് മിസ്റ്റേക്കാണ്, അത് ഫാബിയൻ റൂയിസ് പെടച്ചു കളഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് ഗോൾ വരുന്ന നോക്കുകയാണെങ്കിൽ അത് പാർട്ടി ബെറ്റർ ആയിട്ട് ബോൾ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ആ ഗോൾ ഒഴിവാക്കായിരുന്നു. ഹാക്കിമിൻ്റെ ഗോളും രണ്ടും കൺസിഡർ ചെയ്തു. അതേസമയം റായ നല്ല ഗംഭീര സേവുകളൊക്കെ നടത്തി. റയൻ്റെ പാർട്ട് പ്ലേ ചെയ്തതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ
തോറ്റുപോയി. പിന്നെ PSG സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്തൊരു ടീമാണ്, അടിപൊളി ടീമാണ്. ഇന്റർനെറ്റ് ആ ഒരു പോരാട്ടം കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഇനി എൻ്റെ ഫേവറേറ്റ്സ് ഇന്റർ ആണെങ്കിൽ പോലും PSG നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ വേണ്ടി പറ്റൂല, അങ്ങനത്തെ ടീമാണ്. അപ്പോൾ ഈ ഒരു മാച്ച് തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ മിഡ്ഫീൽഡ് ഉണ്ടല്ലോ, മാൻ ഒരു രക്ഷയില്ല. പല സമയത്തും അവർക്ക് കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ കൺട്രോൾ കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേജിലേക്കൊക്കെ വരുന്ന സമയത്ത് വിറ്റീഞ്ഞ, ജാവോ നെവസ് രക്ഷയില്ല. ഫാബിയൻ റൂയിസ് ഒരു റൂൾ ചെയ്തു പിച്ച്. ബോൾ കാലിലുള്ള സമയത്താണെങ്കിലും ട്രാൻസിഷൻ്റെ സമയത്താണെങ്കിലും അവർ ഒരു രക്ഷയില്ല. യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡ്, എസ്പെഷ്യലി ജാവോ നെവസൊക്കെ എന്താ പെട്ടഞ്ഞ് കളിക്കുന്ന കണ്ടില്ല, എന്തൊരു എനർജിയാണ്. എത്ര തവണയാണ് ആൾ ബോളൊക്കെ വിൻ ചെയ്യുന്നത്, ആളുടെ പ്രസ്സിങ് രക്ഷയില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജാവോ നെവസ് അല്ല, ഫാബിയൻ നമ്മുടെ വിറ്റീഞ്ഞ ബോക്സിലേക്ക് കയറിയിട്ട് രണ്ടാളെ ഡ്രിബിൾ ചെയ്തിട്ട് ഒരു പോക്കൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഗോളായി മാറിയില്ല. ഗ്രേറ്റ് പെർഫോമൻസ് ആണ് വൺസ് അഗൈൻ PSG മിഡ്ഫീൽഡിൽ നിന്ന് കണ്ടത്. PSG നട്ടെല്ല് എന്ന് പറയുന്നത് അവരുടെ മിഡ്ഫീൽഡാണ്. അവരുടെ ഡിഫൻസൊക്കെ ഇത്തിരി ഡൗൺ ആയപ്പോലും അവരുടെ മിഡ്ഫീൽഡ് അവർക്ക് ഭീകര ബൂസ്റ്റാണ്, ഭീകര എനർജി, ഭീകര പ്രസ്സിങ്. എനർജിയും പ്രസ്സിങ്ങും മാത്രമാണോ, ടെക്നിക്കൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ടെക്നിക്കൽ ക്വാളിറ്റി, രക്ഷയില്ല. ഇവരുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഫോഴ്സാണ് ശരിക്കും പറഞ്ഞാൽ. ബെഞ്ചിൽ നിന്ന് വേറെയുള്ള ആരൊക്കെയാണ്, വാരാൻസ് കയറുമ്പോഴേക്ക് ബെഞ്ചിൽ നിന്നാണ് വരുന്നത്. അപ്പം തന്നെ ആലോചിച്ച് നോക്കിക്കൂടെ, ഗ്രൗണ്ടിലുള്ളത് എജാതി ഭീകരന്മാരായിരിക്കുന്നു. സോ വൺസ് അഗെയിൻ ദ ഡെലിവേർഡ്. അറ്റാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ക്വാറ വാസ് സൂപ്പർ. ഡുവെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തനത് ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ ഒരിക്കലും ഇവർക്ക് പറ്റിയിട്ടില്ല, ആർക്കും നമ്മുടെ ബർക്കോളൊക്കെ ഒന്നും. പിന്നെ അറിയാലോ, അവരുടെ സ്ട്രൈക്കർമാരെക്കാളും ക്ലിനിക്ക് അല്ലെങ്കിൽ വിങ്ങർമാരെക്കാളും ക്ലിനിക്ക് അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെയാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബർക്കോളൊക്കെ ചാൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കോറ നല്ല ട്രൈസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഗോൾ അടിച്ചത് ഒന്ന് വിങ് ബാക്ക് ആയിട്ടുള്ള ഹാക്കിമിയും പിന്നെ ഒന്ന് നമ്മുടെ ഫാബിയൻ റൂയിസുമാണ്. സോ അവർ ജയിച്ച് കയറി. പിന്നെ എടുത്തു പറയേണ്ട പ്ലെയർ ഡൊന്നറുമ്മയാണ്. എത്ര സേവാണ്, എന്താണ് നിലവിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ. ബിഗ് ഗെയിംസ് ആൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ആൾ ഭയങ്കര ടെക്നിക്കലോ ഭയങ്കര ഓൺ ദ ബോൾ ക്വാളിറ്റി ഉള്ള അങ്ങനെയൊന്നുമില്ല, ആൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ആ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആള് ഒരു പ്രോപ്പർ ഗോൾ കീപ്പർ എന്താവണം, ഒരു പ്രോപ്പർ ഷോട്ട് സ്റ്റോപ്പർ എന്താവണം. ബിഗ് ഗെയിംസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗോൾ കീപ്പർക്ക് എങ്ങനെ ടീമിനെ സേവ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഓരോ മാച്ചിലും PSG ഓരോ മാച്ച് കഴിയുന്നോറും. ലിവർപൂൾ മാച്ച് എടുക്കുക, ആസ്റ്റൺ വില്ല മാച്ച് എടുക്കുക, ഈ മാച്ചിലൊക്കെ ഈ ചങ്ങായി എല്ലാ ഗോൾ കീപ്പറെങ്കിൽ റിസൾട്ട് വേറൊന്നായി മാറിയിട്ടുണ്ടാവും. അങ്ങനത്തെ പെർഫോമൻസ് ആണ് ആൾ പോസ്റ്റിന് മുന്നിൽ പുറത്തെടുത്തിട്ടുള്ളത്. സാക്കൻ്റെ ആ ഒരു അറിയാലോ, ഒരു ഫെദർ ടച്ച് സേവ് ഒക്കെ നമ്മൾ കണ്ടതാണ് സാക്കൻ്റെ ഷോട്ടിന്. ഒഡേഗാന്റെ ഷോട്ട് ഗംഭീരമായിട്ട് സേവ് ചെയ്യുന്ന കണ്ടാണ്. സോ വൺസ് അഗെയിൻ ഗ്രേറ്റ് പെർഫോമൻസ്. ആളുടെ ക്ലാസ് ഒന്നും കൂടെ തെളിയിച്ചിട്ടുണ്ട് ഡൊന്നറുമ്മ. ബിഗ് സല്യൂട്ട് ഡൊന്നറുമ്മക്ക് കൊടുക്കണം. ഈ ഒരു UCL വരുന്നതിന് മുമ്പ് നമ്മൾ ഡൊന്നറുമ്മനെ കുറച്ചെങ്കിലും ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബിഗ് മാച്ചിൽ ആൾ ചില ബോട്ടിൽ ജോബ്സ് ഒക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു UCL വരുമ്പോഴും അത് ആവർത്തിക്കോ അല്ലെങ്കിൽ ടീമിന് ഒരു പ്രശ്നമായിട്ട് ഡൊന്നറുമ്മ മാറുമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലി നമ്മളൊക്കെ തെറ്റാണെന്ന് ഡൊന്നറുമ്മ തെളിയിച്ചു ഗ്രൗണ്ടിലെ പെർഫോമൻസിൽ. സോ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. പിന്നെ ടീമിൽ വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരാണ്, അത് മാർക്കിഞ്ഞോസ് ആണ്. കുറേ മിസ്റ്റേക്ക് മാർക്കിഞ്ഞോസ് വരുത്തുന്നുണ്ട്. മാർക്കിഞ്ഞോസിന് മിസ് എന്നാണ് ഗോൾ വരുന്നത്. ആൻഡ് പാച്ചോ വാസ് ഡീസൻറ്റ്. പിന്നെ ഹാക്കിമി കുറേ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്, പക്ഷെ ആളൊരു ഗോൾ അടിച്ചു. പിന്നെ മിസ്റ്റേക്സ് ഒന്നും ലൈക്ക്ലി പണിഷ് ചെയ്യപ്പെട്ടില്ല, അതാണ്. സോ മ്യൂണിക്കിലേക്ക് 2 ടീമുകളാണ് എത്തിയിട്ടുള്ളത്, ഇന്ററും PSG-യും. സോ ഫൈനലിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രിവ്യൂ ആയിട്ട് സംസാരിക്കാം, ഒരുപാട് ടൈം ഉണ്ടല്ലോ. പിന്നെ ഇന്ററിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.